UDF-ൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കവേ 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. പാർട്ടി മുന്നോട്ട് വെച്ചത് തികച്ചും ന്യായമായ ആവശ്യമാണെന്നും കോൺഗ്രസ് ഇതിൽ അനുകൂലമായ തീരുമാനം എടുക്കുമെന്നും കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7 MLA-മാരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ 2 മന്ത്രിസ്ഥാനത്തിന് തങ്ങൾക്ക് പൂർണ്ണ അർഹതയുണ്ടെന്ന് മോൻസ് ജോസഫ് ചൂണ്ടിക്കാട്ടി. ഈ ശക്തിക്ക് അനുസരിച്ചുള്ള പ്രാതിനിധ്യം മന്ത്രിസഭയിൽ വേണമെന്നാണ് പാർട്ടിയുടെ ശക്തമായ നിലപാട്. ചർച്ചകൾക്കിടയിൽ കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ ചില പ്രായോഗിക വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളും പാർട്ടി അറിയിച്ചിട്ടുണ്ടെന്ന് മോൻസ് ജോസഫ് വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ ആവശ്യം ന്യായമായതിനാൽ അനുകൂലമായ ഒരു ഫോർമുല കണ്ടെത്തണമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും ആവശ്യപ്പെട്ടത്. മന്ത്രിസ്ഥാനത്തിന് പകരം ചീഫ് വിപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ നൽകി തൃപ്തിപ്പെടുത്താനുള്ള നീക്കങ്ങളോട് ഇപ്പോൾ താല്പര്യമില്ലെന്ന് മോൻസ് ജോസഫ് തുറന്നു പറഞ്ഞു. അർഹതപ്പെട്ട 2 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങൾ തന്നെ പാർട്ടിക്ക് ലഭിക്കണമെന്ന ആവശ്യത്തിൽ മാറ്റമില്ല. മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണത്തിന് പുറമെ വകുപ്പുകളെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകളിലേക്ക് പാർട്ടി കടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ വേണമെന്ന ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. കേരള വികസനത്തിൽ നിർണായക സ്വാധീനമുള്ള പ്രാധാന്യമുള്ള വകുപ്പുകൾ കേരള കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. മുൻകാലങ്ങളിലെ പങ്കാളിത്തം കൂടി കണക്കിലെടുത്ത് അർഹമായ വകുപ്പുകൾ തന്നെ പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇന്ന് ഉച്ചയ്ക്ക് നിർണായകമായ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. കോൺഗ്രസ് ഉന്നത നേതാക്കളും ജോസഫ് വിഭാഗവും പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ മന്ത്രിസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുമെന്നാണ് വിവരം. നിലവിലെ ധാരണകൾ പ്രകാരം ജോസഫ് വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനവും അതിനു പുറമെ ചീഫ് വിപ്പ് പദവിയും നൽകാനാണ് UDF ആലോചിക്കുന്നത്. എന്നാൽ ഈ ഓഫർ പൂർണ്ണമായും സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറായിട്ടില്ല. 2 മന്ത്രിസ്ഥാനം അനുവദിക്കുകയാണെങ്കിൽ മോൻസ് ജോസഫിന് പുറമെ അപ്പു ജോസഫ് അല്ലെങ്കിൽ തോമസ് ഉണ്ണിയാടൻ എന്നിവരിൽ ഒരാളെ കൂടി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കും. ഇരുവരും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ്. ഒരുപക്ഷെ 2 മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഇവരിൽ ഒരാളാകും ചീഫ് വിപ്പ് പദവി ഏറ്റെടുക്കുക. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപ്പു ജോസഫിനാണ് ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്.